മുഅ്മിനീങ്ങളെ, ഇപ്പോൾ തേച്ചു പിടിച്ച കുപ്പായമിട്ട് വന്നതാണ്, തേച്ച കുപ്പായവും തൊപ്പിയും ഇട്ട് വന്നതാണ്. നാളെ ഇതാ 3 കഷ്ണം തുണി കൊണ്ടുണ്ട് എന്നെ ഒരു പൊതിയൽ. സുബ്ഹാനല്ലാഹ്, എനിക്ക് സ്വന്തം കൊടുക്കാൻ കഴിയില്ല, അന്നാരെങ്കിലും പൊതിഞ്ഞേ പറ്റൂ. 3 കഷ്ണം തുണി കൊണ്ട് എന്നെ പൊതിയുന്നൊരു സമയമുണ്ട്. തേച്ച കുപ്പായമല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ണടയും വെച്ചാ പ്രസംഗിക്കുന്നത്. അന്ന് ഞാൻ പോകുമ്പോൾ എന്റെ കണ്ണിന്റെ മേലെ പരുത്തി വെക്കുന്ന ദിവസമാണ് കേട്ടോ. കണ്ണട മാറ്റി വെച്ചുപോയി, മോതിരം മൂരിപ്പോയി, ഉമ്മമാരെ വളകളഴിച്ചുപോയി, സ്വർണങ്ങളെല്ലാം അഴിച്ചുപോയി, മോതിരങ്ങൾ അഴിച്ചുപോയി, കഴുത്തിക്കെട്ടുന്ന സ്വർണം പോയി, എല്ലാം പോയി. നമ്മുടെ അവയവങ്ങൾക്ക് പരുത്തി വെക്കുന്ന സമയം വരാനുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ കിടക്കയും അതുപോലെ കട്ടിലും നിങ്ങൾ ഒഴിച്ചു തരും. ഞാനവിടെ സുഖസുന്ദരമായി കിടന്നുറങ്ങിയേക്കും. പക്ഷേ എന്റെ മക്കളും എന്റെ ശിഷ്യന്മാരും എന്റെ സ്നേഹിതന്മാരും എന്നെ കൊണ്ടുവന്ന് ഖബറിൽ വെക്കുന്നൊരു സമയമുണ്ട്. കട്ടിലില്ല കേട്ടോ, പലകയില്ല കേട്ടോ, ഓലക്കഷ്ണമില്ല കേട്ടോ, പായക്കഷ്ണമില്ല കേട്ടോ, പിന്നെയല്ലേ കിടക്ക, ഫാനില്ല കേട്ടോ, AC ഇല്ല കേട്ടോ. ആ ഖബറിൽ മണ്ണിൽ കൊണ്ടുപോയി എന്നെ അങ്ങ് കിടത്തി. എന്റെ മകൻ എന്റെ കൂടെയില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. ഇപ്പോഴെന്റെ മുഖത്ത് ഒരൽപ്പം ചളി തെറിച്ചു പോയാൽ നിങ്ങൾ ടവല് കൊണ്ടൊരു പക്ഷേ തുടച്ചു തന്നേക്കും, അല്ലെങ്കിൽ ഉസ്താദെ തുടക്കണമെന്ന് പറഞ്ഞേക്കും. ഖബറിൽ എന്നെ വെക്കുമ്പോ അതാ ചളിമണ്ണ് കുഴച്ചിട്ട് ആ ചളിമണ്ണ് കൊണ്ടുവന്ന് എന്റെ കഫൻ തുണിയൽപ്പം നീക്കിയിട്ട് എന്റെ കബറിനോട് ചേർത്ത് വെക്കുന്നു. ഇത് മുന്നിലുണ്ടെന്ന ബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ദുന്യാവിന്റെ ആഡംബരങ്ങളും ദുന്യാവിന്റെ സ്ഥാനമാനങ്ങളും ദുന്യാവിന്റെ അലങ്കാരങ്ങളും ദുന്യാവിലുള്ള ഓരോ വിഷയങ്ങളും കാണുമ്പോ ആഖിറം മറന്നുകൊണ്ടുള്ള ജീവിതമായി പോകരുതേ മുഅ്മിനീങ്ങളെ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. ഞാൻ മഹാന്മാര് പറഞ്ഞ വിഷയം എടുത്തുദ്ധരിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം ഈ പാവപ്പെട്ട ഞാൻ നന്നാകാൻ പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തുന്നു. ഞാൻ 2 ദിവസം പാസ്പോർട്ട് ഓഫീസിൽ 2 ദിവസം മുമ്പ് പാസ്പോർട്ട് ഓഫീസിൽ പോയി. എന്റെ ചെറിയ മക്കൾക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പണം കൊടുത്തപ്പോൾ എനിക്ക് റെസീപ്റ്റ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപേക്ഷ സ്വീകരിച്ചു, എന്റെ പണം സ്വീകരിച്ചു. എന്നാൽ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ 40 കൊല്ലമായി നിസ്കരിക്കുന്നു, 30 കൊല്ലമായി പ്രസംഗിക്കുന്നു, ഇങ്ങനെ പല പരിപാടിയും നടത്തുന്നു. പക്ഷേ എന്റെ റബ്ബ് എന്റെ ഏതെങ്കിലും ഒരു അമല് സ്വീകരിച്ചു എന്നതിന് എനിക്ക് ഇന്ന് വരെ റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. സ്വീകരിച്ചു എന്നതിന് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. എന്റെ ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ജീവിതത്തിൽ വിമർശിച്ചിട്ടുള്ളൂ. ഇത് ധൈര്യത്തോടെ പറയാൻ കഴിയും. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. അതേസമയം എനിക്ക് ധൈര്യമില്ല. എന്തിനാണ് ധൈര്യമില്ലാത്തത്? എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് കൽപ്പിച്ച എന്തെങ്കിലും നിർബന്ധമോ സുന്നത്തോ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല. എന്റെ റബ്ബ് വിരോധിച്ച ഒറ്റ ഹറാമും ഒരു കറാഹത്തും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലാഹ് കൽപ്പിച്ചത് ഫർളും സുന്നത്തും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഹറാമും കറാഹത്തും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ല എങ്കിലും മുഅ്മിനേ, എപ്പോഴാ വിജയം ആഹ്ലാദിക്കല്? എപ്പോഴാ വിജയത്തിന്റെ സന്തോഷം കൊണ്ടാടല്? എപ്പോഴാ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കല്? ഇല്ല ഇല്ല. ഫമൻ സുഹ്സിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ പാസായി കഴിഞ്ഞു. അതുവരെ ഒരാൾക്കും ഒരഹങ്കാരത്തിനും അസൂയക്കും ഒരു സ്ഥാനമാനത്തിനും ഒന്നിനും ചിന്തിക്കാൻ അർഹതയില്ല കേട്ടോ.
അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. അർഹമുർ റഹീമിനായ റബ്ബേ, അതിന് സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ.